ബി.ജെ.പി. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ആ ബി.ജെ.പി. അവരുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ? കാരണം ബി.ജെ.പി. എപ്പോഴും പുതിയ വ്യത്യസ്തത എല്ലാ കാലത്തും പുലർത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കെതിരെ വലിയ വർഗീയ ആരോപണമുണ്ട്. ബ്രാഹ്മണിക്കൽ പാർട്ടിയാണ്, നമ്മുടെ ഹെജിമണി പാർട്ടിയാണെന്ന രീതിയിൽ അതെ ആ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ പിന്നോക്കരെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കൃത്യമായ ഇടങ്ങളിൽ എത്തിക്കാൻ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ ഈ പാർട്ടി രൂപീകരിച്ചിട്ട് ഒരു 45 കൊല്ലമാകുന്നതിനിടയിൽ തന്നെ അവർ കൃത്യമായി തന്നെ ഇന്ത്യയിൽ പല അജണ്ടകളും സൃഷ്ടിക്കാൻ സെറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണമാണ് മുസ്ലിമായ അബ്ദുൾ കലാമിനെ രാഷ്ട്രപതിയാക്കുന്നു. പിന്നീട് പിന്നോക്കനായ രാംനാഥ് കോവിന്ദിനെ കൊണ്ടുവരുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം പട്ടികവർഗത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രപതിയെ മുർമുവിനെ, അതും ഒറീസയിൽ നിന്നാണ്. ഈ ഒറീസയെല്ലാം കോൺഗ്രസിന്റെ കാലത്ത് പരിഗണിച്ചിരുന്നിട്ടേ ഇല്ല. അതെ, പിന്നെ ഒരു സംസ്ഥാനമല്ല ജാർഖണ്ഡ്, അവർക്ക് അങ്ങനെയും ഒരു ബന്ധമുണ്ട്. ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു, അതിനുശേഷമായിരുന്നു അവർ ബി.ജെ.പിയുടെ മന്ത്രിയൊക്കെ ആയിരുന്നു. അല്ല, ഒറീസയിൽ നിന്ന് അവർ ജാർഖണ്ഡിന്റെ ഗവർണറിൽ നിന്നാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. ആ രീതിയിൽ തന്നെ കൃത്യമായ സംസ്ഥാനങ്ങളെ പരിഗണിക്കുന്നു, എല്ലാ ജനവിഭാഗത്തെയും പരിഗണിക്കുന്നു, പിന്നോക്ക ജാതിക്കാരെ പരിഗണിക്കുന്നു. ആ രീതിയിൽ തന്നെ കൃത്യമായി പോകാൻ എന്തായാലും ബി.ജെ.പിക്ക് കഴിയും. പ്രാദേശികമായ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ തമിഴ്നാട്ടിൽ നിന്ന് സെങ്കോൽ കൊണ്ടുവന്ന് പാർലമെന്റിൽ സ്ഥാപിച്ചത്. അതും ഒരു ദക്ഷിണ ഭാരതത്തിന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകം അത് തിരിച്ചറിയണം. നമുക്കറിയാം, മഹാബലിപുരത്ത് വെച്ചൊരു ഉച്ചകോടിയിലാണല്ലോ ചൈനീസ് പ്രസിഡന്റുമായിട്ട് നരേന്ദ്രമോദി സംസാരിച്ചത്. വേറെ ഏതെല്ലാം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. പകരം തമിഴ്നാട് തന്നെ സെലക്ട് ചെയ്തു. ചേട്ടാ, എന്തായാലും ദക്ഷിണേന്ത്യ എന്ന വിഷയത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ബാക്കി വിഷയങ്ങളിൽ നിന്ന് ഇതിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആരെന്ന ചർച്ച ഉണ്ടായിരിക്കുന്നത്. വനിതകളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ വനിതാ മുഖങ്ങളായ നിർമ്മല സീതാരാമൻ, അതോടൊപ്പം തന്നെ കമലഹാസനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ ഒരു വനിതാ MLA ആയ വാനതി ശ്രീനിവാസ, അവർ മഹിളാ മോർച്ചയുടെ അടക്കം പ്രസിഡന്റ് ആയിരുന്നു. പിന്നീടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പുരന്ദരേശ്വരി, അവർ വലിയ രീതിയിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ എൻ.ടി. രാമറാവുവിന്റെ മകളാണ്. ആ രീതിയിലാണ് മൂന്ന് ദക്ഷിണേന്ത്യ മുഖങ്ങളെ കേന്ദ്രമന്ത്രിയും മറ്റുമൊക്കെ ആയിരുന്നു അവർ. ബി.ജെ.പിയുടെ ആന്ധ്ര സംസ്ഥാന അധ്യക്ഷയായിരുന്നു. ആ രീതിയിൽ തന്നെ കഴിവ് തെളിയിച്ച മൂന്ന് വനിതകളുടെ പേരാണ്. അതാണ് ബി.ജെ.പിയുടെ മറ്റൊരു ഗുണം. വനിതയാകട്ടെ, യുവ നേതാക്കളാകട്ടെ, അല്ലെ, മധ്യവയസ്കരാകട്ടെ, ഒന്നിലധികം പേരുടെ പേരുകൾ പറയാൻ കൃത്യമായി. അതാണ് ഈ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ വനിത എടുക്കുമ്പോൾ കുറെ വനിതാ നേതാക്കൾ, യുവാക്കൾ നോക്കുമ്പോൾ അണ്ണാമലൈ, തേജസ്വി സൂര്യ, യോഗി ആദിത്യനാഥ്, ദേവേന്ദ്ര ഫട്നാവിസ്, ഹിമന്ത ബിശ്വ ശർമ്മ. ആ രീതിയിൽ തന്നെ ഒരു കൂട്ടം നേതാക്കൾ, അതെ, ഒരു കൂട്ടം നേതാക്കളുടെ പേരുകളുണ്ട്. സ്ത്രീകളായാലും അതോടൊപ്പം തന്നെ കുറച്ച് പ്രായമുള്ളവരെ പരിഗണിച്ചാലും ആ രീതിയിൽ തന്നെ കൃത്യമായി കഴിവുള്ള നേതാക്കളെ വളർത്തിയെടുക്കാൻ അവർ കഴിയുന്നുണ്ട്. ഒരു കാലത്തെല്ലാം ഇത്തരം നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പക്ഷേ കാരണം ഈ ദേശീയ നേതൃത്വത്തിൻ്റെ ഒന്നും ഒരു പ്രചരണം പോലെ അവർ ഈ സംസ്ഥാനങ്ങളിൽ നടത്തണ്ട. കാരണം അവിടെ തന്നെ ജനകീയനായ നേതാക്കൾ. ഒരു കാലത്ത് കരുണാകരൻ, നമ്മുടെ അല്ലെ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്നും ഒരു നേതാക്കളും വരണ്ട. ഈ കരുണാകരൻ മാത്രം മതി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. തമിഴ്നാട് നോക്കുകയാണെങ്കിൽ കാമരാജ് മാത്രം മതി അവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ. മറിച്ച് ഈ സോണിയ കോൺഗ്രസ് വന്നതിന് ശേഷമാണ് അവർ പൂർണ്ണമായി തന്നെ പ്രാദേശിക നേതാക്കളെ വെട്ടി ഒതുക്കി എല്ലാ അധികാരവും കോൺഗ്രസിന്റെ കയ്യിലേക്ക് വരിക, സോണിയയിലേക്ക് വരിക. സോണിയ അതിലൂടെ സ്വപ്നം കണ്ടത് തന്റെ കുടുംബത്തെ വീണ്ടും ശക്തിപ്പെടുത്തുക. കാരണം 2 മക്കളുണ്ടല്ലോ, അവർക്ക് അധികാരം അവരിലേക്ക് സംക്രമിപ്പിക്കുക, അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും അന്നേ തുടങ്ങിയത്. അതാണല്ലോ ഇപ്പോൾ നാം സംഭവിച്ചത് കണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. MP ആരാണ്? പ്രിയങ്ക ഗാന്ധി. മരുമകൻ വയനാട് സീറ്റ് ചുറ്റിക്കറങ്ങുകയാണ്. അവിടെ ഇനി കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ മത്സരിക്കുന്നതെന്ന ഒരു സംശയം മാത്രം. എന്തായാലും സ്വാഭാവികമായി 2029 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുക തന്നെ ചെയ്യും.
അതിൽ വേറെ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മത്സരിക്കും. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പാർട്ടിയായി ചുരുങ്ങുമ്പോഴാണ് ഈ പാർട്ടിയുടെ തകർച്ച ആരംഭിക്കുന്നതും ഇത്തരത്തിൽ വലിയ ദയനീയമായ രീതിയിൽ തകരുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ വെറും 44 സീറ്റ്, പിന്നീട് അത് 52 വർദ്ധിക്കുന്നു. ഇപ്പോൾ വെറും 99 സീറ്റ്. ഒരു 200 സീറ്റിലേക്ക് എത്തുമ്പോൾ ഇനി എത്ര വർഷം കഴിയും? ആ 200 സീറ്റിലേക്ക് ഈ പാർട്ടി ലക്ഷ്യമിടുമ്പോൾ പാർട്ടി തന്നെ കാണുമോ എന്ന് സംശയമുണ്ട്. നാം മുൻ ചർച്ചകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ പൂർണ്ണമായി വിഴുങ്ങാനായി AAP രംഗത്തുണ്ട്. അവർ ഡൽഹിയും പഞ്ചാബും ഗുജറാത്തും കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷമായി മാറാൻ AAPക്ക് കഴിഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ AAPയെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് രാജസ്ഥാനും മഹാരാഷ്ട്രയും മധ്യപ്രദേശും. ഗുജറാത്തിൽ അവർക്ക് പ്രതിപക്ഷമാകാൻ കഴിയുകയാണെങ്കിൽ അടുത്ത നിമിഷം അത് മഹാരാഷ്ട്രയിലേക്ക് പ്രതിഫലിക്കും. അതെ, ആ രീതിയിലേക്കാണ് മഹാരാഷ്ട്രയിലേക്കും മധ്യപ്രദേശിലേക്കും ഒക്കെ വ്യാപിക്കാൻ ഒരുപാട് സമയം വേണ്ട. ആ രീതിയിലേക്ക് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥയാണ്. അപ്പോഴാണ് മറുപക്ഷത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി മാറുന്നു. കൃത്യമായ സംഘടനാ പ്രവർത്തനം, കൃത്യമായ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഒരു തലമുറ കഴിയുമ്പോൾ അടുത്ത തലമുറ അവിടെ റെഡിയാണ് മാറ്റത്തിനായി, അല്ലെ? വാജ്പേയിയും അദ്വാനിയും മാറിയപ്പോൾ നരേന്ദ്രമോദി അമിത്ഷായും അടക്കമുള്ള പുതിയ തലമുറ എത്തുകയാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത അണ്ണാമല അടക്കമുള്ള അടുത്ത തലമുറ യോഗി ആദിത്യനാഥ്, അണ്ണാമലൈ, തേജസ്വി സൂര്യ തുടങ്ങിയ ആൾക്കാരും വനിതകളും ഒക്കെ നിരനിരയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ വീണ്ടും രാഹുൽ ഗാന്ധിയിലേക്ക് തന്നെ വരാം. ഭാവി പ്രധാനമന്ത്രിയായി ഒറ്റ പേരിൽ ചുരുങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ അണ്ണാമലയും തേജസ്വി സൂര്യയും ഫട്നാവിസും യോഗിയും ഹിമന്തയും അടക്കമുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അടുത്ത ആരാണ് BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ പുരോഗമിക്കുന്നത്. ഇത് എവിടെ കോൺഗ്രസിന് മാറ്റമില്ല. 2009 മുതൽ തന്നെ ആരംഭിക്കുകയാണല്ലോ. 2009 മുതൽ പിന്നീട് 14 വരെ, 14 തൊട്ട് വീണ്ടും അങ്ങ് തുടരുകയാണ്. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുന്നു എന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് അങ്ങനെ വലിയ വിമർശനങ്ങളും പരാജയങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ആ അധികാര കസേര, AICCയുടെ പ്രസിഡന്റ് എന്ന കസേര ഒഴിഞ്ഞുകൊടുത്ത് തൻ്റെ വീട്ടിലെ കുശിനിക്കാരനായ ഖാർഗെയെ പിടിച്ചിരുത്തുന്നു. ഖാർഗെയെ പിടിച്ചിരുത്തിയിട്ടോ ഒരു മാറ്റവുമില്ല. നാം പണ്ട് മൻമോഹൻ സിംഗിന്റെ ചില ചർച്ചകളും യോഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. സോണിയാഗാന്ധി മുന്നിൽ നിൽക്കും, മൻമോഹൻ പുറകെ നിൽക്കും. ഇപ്പോൾ മൻമോഹൻ മാറി, അത് ഖാർഗെ ആയി, സോണിയയ്ക്ക് പകരം രാഹുൽ ഗാന്ധിയായി. അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് കോൺഗ്രസിൽ ഉണ്ടായത്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം വലിയ ചർച്ച എങ്ങനെയായിരുന്നു? കോൺഗ്രസിൽ ഇതാ വലിയ മാറ്റം വരുന്നു, അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ജനാധിപത്യം വരുന്നു, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നു. ഇപ്പോൾ ശശി തരൂറിൻ്റെ അവസ്ഥയോ? കൃത്യമായ നേതാക്കളെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു പരിധി നോക്കിയാൽ കോൺഗ്രസിലുണ്ടായിരുന്ന എല്ലാ കഴിവുള്ള നേതാക്കളും ഇപ്പോൾ ഉള്ളത് BJPയിലാണ്, അല്ലേ? കോൺഗ്രസ് കുട്ടിക്കാലത്തെ വളർത്തിക്കൊണ്ടുവന്ന് കഴിവ് ഒന്ന് ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഉടൻ തന്നെ അവരെ ചവിട്ടിത്താക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അതുകൊണ്ട് അവർ നേരെ BJPയിലേക്ക് പോകുന്നു. അത് BJPയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് നാം മധ്യപ്രദേശിൽ കണ്ടത്. മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ അവിടെ തുടർച്ചയായി തന്നെ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. കമൽനാഥ് അധികാരത്തിൽ വരുന്നു. പക്ഷെ അവിടുത്തെ നേതാവായ ജ്യോതിരാദിത്യ സിൻഹയെ പരിഗണിക്കാൻ ഈ കോൺഗ്രസ് തയ്യാറാകാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഭരണം നഷ്ടമാകുന്നു. പിന്നീട് ആസാമിലേക്ക് പോയാൽ ആസാമിൽ BJPക്ക് അടിവേരില്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ കോൺഗ്രസിന്റെ നേതാവായ ഹിമന്ത കടന്നു വന്നതിന് ശേഷമാണ് ആസാം മാത്രമല്ല 7 സപ്തസുന്ദരികൾ മുഴുവൻ BJPയുടെ പടയോട്ടം ഉണ്ടായി. അതും കോൺഗ്രസിന്റെ ഈ സഹായം കൊണ്ടാണ്. എന്തായാലും കോൺഗ്രസിന്റെ തളർച്ചയും BJPയുടെ വ്യത്യസ്തമായ വളർച്ച, അല്ലേ? ഡിഫറെന്റ് പാർട്ടി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അത് അവരുടെ എല്ലാ അതെ, അത് തന്നെയാണ് ഇപ്പോൾ അവസാന ഘട്ടവും നടപ്പിലാക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വനിതാ മുഖമായിരിക്കും അവരുടെ അടുത്ത പ്രസിഡന്റ്.